Hello friends, welcome to Kerala Kitchen Mom's Recipes. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്, മേത്തി ചിക്കൻ. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ആയിട്ടുള്ള ഓണിയനില്ല നമ്മുടെ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അത് ഒരു 2 തക്കാളിയും ചെറുതായിട്ട് ചോപ്പ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെക്കണം. ഇത് ഞാൻ ചെറിയൊരു അതായത് ഒരു കിലോയുടെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വലിയ പീസായിട്ടല്ല കട്ട് ചെയ്തേക്കുന്നത്, എന്നാൽ ചെറിയ പീസുമല്ല. അതിൻ്റെ മീഡിയം ഒരു സൈസിലാണ് ഞാൻ ചിക്കൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വെള്ളമൊക്കെ വാരാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം, അതായത് നമുക്ക് കുക്കിംഗ് ക്രീം ഉണ്ട്, അതായാലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്, വാങ്ങാൻ കിട്ടുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അതാണ്. അതുകൊണ്ട് ഇതിന് നല്ലൊരു കട്ടിയുണ്ട്. അതിൻ്റെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ മേത്തി ലീവ്സ് ഉണ്ടല്ലോ, അതായത് കസ്തൂരി മേത്തിയാണ്. അതായത് നമ്മുടെ ഉലുവ ഇല ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഈ കസ്തൂരി മേത്തി. അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. കുക്കർ ഏത് പാത്രമായാലും മതി. ഞാനിപ്പോൾ ഒരു പഴയ കുക്കർ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണം നിങ്ങൾക്ക് ഒഴിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. വെളിച്ചെണ്ണയ്ക്ക് വേറെ ടേസ്റ്റാണ്, നമ്മുടെ നാടൻ ചിക്കൻ കറി ടേസ്റ്റ് ആയിപ്പോകത്തില്ലേ. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയുടെ നിറമൊക്കെ മാറി ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇതൊരു ടിപ്സാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്, ഒരു ചെറിയ ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇത് നല്ല പേസ്റ്റ് പോലെയല്ല ഞാൻ അരച്ചേക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആ ഇഞ്ചിയുടെ പച്ചമുളകല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് ആടി ചേർത്ത് തന്നെ ഇളക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ അടിയിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അത് 2 മീഡിയം സൈസ് തക്കാളിപ്പഴം അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ആ തക്കാളി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിപ്പഴമൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് നല്ലതായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിക്കനുസരിച്ച് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മേത്തി ചിക്കൻ അധികം എരി വേണ്ട, എന്നാൽ നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികമായിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ള കസ്തൂരി മേത്തിയാണ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു 2 പിടി കസ്തൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കസ്തൂരി മേത്തി എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചത് ലുലുവിൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ നമുക്ക് നാട്ടിലും എല്ലാം ഇത് വാങ്ങാൻ കിട്ടും കസ്തൂരി മേത്തി. അപ്പോൾ ഈ കസ്തൂരി മേത്തി ലീവ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും നമ്മുടെ ആ മസാലയ്ക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഇപ്പം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കാനുള്ള പൊടി എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. അത് ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം
നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് തീ എപ്പോഴും സിമ്മിലായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ഞാൻ മാരിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് വെയിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കാണിച്ചു തരുന്നത്. ജസ്റ്റ് നമ്മൾ ചിക്കൻ ഡയറക്റ്റ് തന്നെ ഈ മസാലയ്ക്കകത്തേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ തയ്യാറാക്കി മസാലയ്ക്കകത്ത് തന്നെ ചിക്കൻ കിടന്ന് ആ മസാല വേണം നമ്മുടെ ചിക്കനകത്തേക്ക് പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ചിക്കൻ മാരിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ബ്രോയിലർ ചിക്കൻ അത് കാരണം അതിനകത്ത് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അല്ല നാട്ടിലെ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് അത്രയും വെള്ളം ഉണ്ടാവത്തില്ല. എപ്പോഴും നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. ചിക്കനകത്തുള്ള വെള്ളം അത് നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആ മസാലക്കൂട്ട്, അത് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മസാലക്കൂട്ട് എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഒരു 3 തൊട്ട് 4 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഒരു 4 വിസിൽ കഴിഞ്ഞായിരുന്നു. ഇപ്പം നമ്മുടെ കുക്കർക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, നമ്മൾ വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർത്തിട്ടില്ലായിരുന്നു. കണ്ടാ, ചിക്കനിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് വെള്ളവും മസാലയും ഒന്നുകൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അടുത്തായിട്ട് ആഡ് ചെയ്യാനുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പം ഞാനിതിനകത്ത് വെള്ളമൊന്നും ചേർക്കാത്ത തേങ്ങാപ്പാലാണത്. തേങ്ങാപ്പാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീം ആയാലും ചേർത്താൽ മതിയായിരിക്കും. അപ്പം ജസ്റ്റ് നമുക്കിതിനകത്തേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ തീയെ സിമ്മിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നും. പക്ഷേ ജസ്റ്റ് ഒരു തിള വന്നു കഴിയുമ്പോൾ തന്നെ അത് നല്ല പാകത്തിന് നല്ല കുറുകി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നത് ചൂടാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അധികം അങ്ങ് തിളപ്പിക്കരുത്, അങ്ങ് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മേത്തി ലീവ്സ് ബാലൻസ് ഇരിപ്പില്ലേ, അതായത് 1 ടേബിൾ സ്പൂൺ, നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ടിരുന്നുള്ളൂ. ബാലൻസ് ഉള്ള 1 ടേബിൾ സ്പൂൺ മേത്തി ലീവ്സ് നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പാത്രം ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് നമ്മുടെ തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അധിക നേരം നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ കുക്കർ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ കുക്കറിനകത്തുള്ള ആവിയിൽ കിടന്ന് നല്ലൊരു മേത്തി ലീവ്സിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് ഒന്നുകൂടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമുക്ക് ഈ മേത്തി ചിക്കൻ ഉണ്ടാക്കാൻ. ആക്ച്വലി മേത്തി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ വേറെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേത്തി ചിക്കനാണ്. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണിത്. അതുപോലെ തന്നെ അപ്പമില്ലേ, അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിൻ്റെ കൂടെ ഈ മേത്തി ചിക്കൻ കഴിക്കാൻ. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.